ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 2 അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ് നോക്കാം. എന്താണ് പറയുന്നത്? രണ്ടിലധികമോ ആളുകൾ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അവരുടെ എയിം എന്താണ്? അവർക്കുണ്ടാവുന്ന ലാഭവും നഷ്ടവും ഒരേപോലെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു എന്താ പറയുക, സമ്മതപ്രകാരം അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെന്തൊക്കെ ഉണ്ടായിരിക്കണം? രണ്ടിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ അവരുടെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റും ലോസും ഒരേപോലെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്തുണ്ടാവണം? ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം അല്ലേ? അവർക്ക് റിട്ടണോ എഴുതിയിട്ടുള്ളതോ വാക്കാലുള്ളതോ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? അവർക്ക് തുല്യമായിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ബാധ്യതകൾ മുഴുവനും തുല്യമായിട്ട് പാർട്ട്നേഴ്സ് മുഴുവനും ഏറ്റെടുക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒന്നാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ നിർവചനമാണ്. നോക്കാം. Relation between persons who have agreed to share the profits of a business carried on by all or any one of them acting for all. അതായത് നമ്മൾ മീനിങ് പറഞ്ഞ പോലെ തന്നെ ആളുകൾ തമ്മിൽ പരസ്പരം സമ്മതം നൽകുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലുണ്ടാകുന്ന ലാഭവും നഷ്ടവും നമ്മൾ ഒരേപോലെ പങ്കിട്ടെടുക്കുന്നുള്ളത്. അങ്ങനെ ഒരു സമ്മതത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്, അത് ആ പങ്കാളികളിൽ, അതായത് ഈ പാർട്ട്നേഴ്സിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഈ പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് നടത്തുകയോ ചെയ്യുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് നിർവചിച്ചിട്ടുള്ളത്. പാർട്ട്ണർഷിപ്പ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആരാണ് പാർട്ട്ണർ എന്നുള്ളതും പിന്നെ അതേപോലെ ഈ പാർട്ട്ണർഷിപ്പിന് എന്താണ് പറയുക എന്നുള്ളതും. ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പിൽ അംഗമായിട്ടുള്ള പങ്കാളിയായിട്ടുള്ള ഓരോ വ്യക്തികളെയും പാർട്ട്ണർ എന്നാണ് പറയുക. ഇപ്പോൾ രണ്ടാൾക്കാരാണ് ഉള്ളത് എങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? അവൻ എൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ അടുത്ത ആൾ പറയും ഇവൻ എൻ്റെ പാർട്ട്ണറാണെന്ന്, അല്ലേ? അങ്ങനെയാണ് കേട്ടോ. പാർട്ട്ണർ എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഫേം. ഈ പാർട്ട്ണർഷിപ്പിനെ പങ്കാളിത്ത സ്ഥാപനത്തിനെ പറയുന്ന പേരാണ് ഫേം എന്നുള്ളത്. ഓക്കെ, അടുത്തത് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സാണ്, അതായത് സവിശേഷതയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 or more പേഴ്സൺസ് ഉണ്ടായിരിക്കണം, ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, പിന്നെ പ്രോഫിറ്റ് ഷെയറിങ് മോട്ടീവ് ആയിരിക്കണം എന്നൊക്കെ, അല്ലേ? അപ്പോൾ നമ്മളിത് സവിശേഷതയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു, എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 2 or more പേഴ്സൺസ് ഉണ്ടായിരിക്കണം, രണ്ടിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. ഒരു അഗ്രിമെൻറ്റിൻ്റെ പുറത്തായിരിക്കണം ഇവർ കൈകോർക്കുന്നത് അല്ലെങ്കിൽ ഇവർ കൂടിച്ചേരുന്നത്. ഓക്കെ, അടുത്തത് ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവർ കൂടിച്ചേർന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത്. പിന്നെ മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി എല്ലാ പാർട്ട്നേഴ്സിനെയും കൂടെ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരാൾ ആക്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു, അല്ലേ? സെയിം വേ അവിടെ ഉദ്ദേശിക്കുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്ന്. അതായത് ഒരു പരസ്പരം ഒരു ധാരണയിൽ നീങ്ങണം എന്നാണ് പറയുന്നത്. അവരിനി പ്രോഫിറ്റ് ഷെയർ ചെയ്യാനാണെങ്കിലും ബിസിനസ്സിലെ ലയബിലിറ്റീസ് ബാധ്യതകൾ ഏറ്റെടുക്കാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും
അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം പാർട്ട്നേഴ്സ് തമ്മിൽ. അടുത്തത് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ഡെഫിനിഷനിലും മീനിങ്ങിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എഗ്രിമെൻ്റ് വെക്കുന്നത്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്യാന്നുള്ളത് സെയിം സംഭവം. ഓക്കെ. പിന്നെ വരുന്നത് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഓരോ പാർട്ട്ണറുടെയും ബാധ്യതയാണ്. അതായത് ബിസിനസ്സിൽ ഇപ്പം നഷ്ടം വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടബാധ്യത വരികയാണ്, അത് വീടുക എന്നുള്ളത് ഓരോ പാർട്ട്ണറിൻ്റെയും ബാധ്യതയാണ്. അതിപ്പോൾ ഓരോ പാർട്ട്ണറിൻ്റെയും പേഴ്സണൽ അസറ്റ് യൂസ് ചെയ്തിട്ട് വീടേണ്ട കടമാണെങ്കിൽ അങ്ങനെ ചെയ്യാനും ഈ പാർട്ട്നേഴ്സ് ബാധ്യസ്ഥരാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതപത്രം അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് തുല്യമായിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കാലെയോ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളതോ ആയിട്ടുള്ള രീതിയിലായിരിക്കും എഗ്രിമെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു എഴുതിയ രൂപേണയുള്ള ഒരു ഡോക്യുമെൻ്റ്, അതിനാണ് എന്ത് പറയുന്നത്, ഡീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്മതപത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.